ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ രാമേശ്വരത്തുള്ള സ്മാരകമാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ പോപ്പുലാരിറ്റി ഒന്ന് കൂട്ടാൻ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് പൈക്കൻപിൽ നിർമ്മിച്ച സ്മാരകം അദ്ദേഹത്തിൻ്റെ ജീവിതവും സംഭാവനകളും അനുസ്മരിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ്. 2017 ജൂലൈ 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്തു. ഈ സ്മാരകം എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തുറന്നിരിക്കുന്നു. പ്രവേശനം സൗജന്യമാണ്. ക്യാമറ ആയിട്ടോ മൊബൈലായിട്ടോ അകത്ത് പ്രവേശനമില്ല. ഇതിൻ്റെ നിർമ്മാണവും രൂപകൽപ്പനയും 2.11 ഏക്കർ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്മാരകം ഇന്ത്യൻ സാംസ്കാരിക വൈവിധ്യവും പൈതൃകവും പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പ്രവേശന കവാടം ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. അതേസമയം മുഖ്യ ഗുംബദ് രാഷ്ട്രപതി ഭവൻ്റെ ശൈലിയിലുള്ളതാണ്. ചെട്ടിനാട് ശൈലിയിലുള്ള തഞ്ചാവൂരിൽ നിർമ്മിച്ച മരം വാതിലുകളും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതതിൻ്റെ പ്രവേശന കവാടമാണ്. സ്മാരകത്തിൻ്റെ അകത്ത് ഡോക്ടർ കലാമിൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന 4 പ്രദർശന ഹാളുകളുണ്ട്. അവ കുട്ടികളുടെ ചത്തുരം, ശാസ്ത്രജ്ഞരുടെ ചത്തുരം, പ്രചോദന ചത്തുരം, പ്രഭാഷണ ചത്തുരം എന്നിവയാണ്. ഇവിടെ അദ്ദേഹം പ്രവർത്തിച്ച റോക്കറ്റുകളും മിസൈലുകളും 900-ലധികം ചിത്രങ്ങളും 200-ലധികം ഫോട്ടോഗ്രാഫുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഡോക്ടർ കലാം വീണ വായിക്കുന്ന ഒരു ശില്പവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. സ്മാരകത്തിൻ്റെ പുറത്തെ പ്രദേശം മുഴുവൻ മുഗൾ ഗാർഡൻ ശൈലിയിലുള്ള തോട്ടങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. പർഗോള പാതകളുടെ ഇരുവശങ്ങളിലും ഡോക്ടർ കലാം രൂപകൽപ്പന ചെയ്ത മിസൈലുകളുടെ മോഡലുകളും സ്ഥാപിച്ചിരിക്കുന്നു. സന്ദർശകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നവയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മാരകം അദ്ദേഹത്തിൻ്റെ ജീവിതവും സംഭാവനകളും അനുസ്മരിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ സമന്വയവും പ്രതിഫലിപ്പിക്കുന്നു. ഇത് സന്ദർശകരുടെ ഹൃദയത്തിൽ പ്രചോദനവും അഭിമാനവും നിറയ്ക്കുന്ന ഒരു കേന്ദ്രമാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.